സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകിയാല് കർശന നടപടിയെന്ന് ഗതാഗത കമ്മീഷണർ സിസ്റ്റർ എച്ച്. നാഗരാജു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതേസമയം വാഹന ഉടമയുടെ കുടുംബാംഗങ്ങള് വാഹനം സ്ഥിരമായി ഉപയോഗിക്കാമെന്നും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യഘട്ടങ്ങളില് പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളർകോട് അപകടത്തില് മെഡിക്കല് വിദ്യാർത്ഥികള് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ വാഹനങ്ങള് വാടകയ്ക്ക് നൽകുന്ന സംഭവങ്ങളില് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികള് സഞ്ചരിച്ചിരുന്നത് വാടകയ്ക്കെടുത്ത വാഹനത്തിലായിരുന്നെന്ന് അന്വേഷണത്തില് വ്യക്തമായിരുന്നു. സ്വകാര്യ വാഹനങ്ങള് അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വകുപ്പിനു ലഭിക്കുന്നതെന്നും ഗതാഗത കമ്മീഷണർ സിസ്റ്റർ എച്ച്. നാഗരാജു വ്യക്തമാക്കി. സ്വകാര്യ വാഹനങ്ങള് മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനു പണമോ പ്രതിഫലമോ വാങ്ങി നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണ്. സ്വകാര്യ വാഹനങ്ങള് സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടു നൽകുന്നതും സ്ഥിരമായി പല വ്യക്തികളെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വിനോദസഞ്ചാര കേന്ദ്രങ്ങള് തുടങ്ങിയ സ്ഥലങ്ങളില് കൊണ്ടുവരികയോ കൊണ്ടുപോകുകയോ ചെയ്യുന്നതും ശിക്ഷാർഹമാണ്. അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികള് വകുപ്പ് സ്വീകരിക്കും. സ്വകാര്യ വാഹനങ്ങള് റെന്റ് എ കാർ എന്ന നിലയ്ക്ക് വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാല് മോട്ടോർ വാഹന നിയമപ്രകാരം റെന്റ് എ കാബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങള് വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട്. ഇത്തരത്തില് വാഹനങ്ങള് വാടകയ്ക്ക് നൽകാൻ ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ 50-ല് കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. മോട്ടോർ ബൈക്ക് വാടകയ്ക്ക് നൽകുന്നതിനായി റെന്റ് എ മോട്ടോർ സൈക്കിള് എന്ന സ്കീം പ്രകാരമുള്ള ലൈസൻസും നിയമപ്രകാരം നേടാവുന്നതാണ്. ഈ ലൈസൻസിന് അപേക്ഷിക്കാൻ ചുരുങ്ങിയത് 5 മോട്ടോർ ബൈക്കുകള് ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് വ്യവസ്ഥ. ഇത്തരം വാഹനത്തില് കറുപ്പില് മഞ്ഞ നിറത്തിലാണ് രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടത്. റെന്റ് എ ക്യാബ് പദ്ധതിയില് ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തില് കറുത്ത അക്ഷരത്തില് രേഖപ്പെടുത്തണം. ഇത്തരം നിയമപരമായ സംവിധാനങ്ങളില് കൂടി അനുവദനീയമായ തരത്തില് വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, വാടകയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുടെ സംരക്ഷണത്തിന് കൂടി കവർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഉണ്ടായിരിക്കും. ഇത്തരത്തില് പരിശോധിച്ച് ഉറപ്പാക്കിയ വാഹനങ്ങള് മാത്രമാണ് പൊതുജനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരം നിയന്ത്രണങ്ങള് എന്നും മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. കള്ള ടാക്സി വിഷയത്തില് ശക്തമായി നടപടിയെടുക്കുമെന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വകാര്യ വാഹനങ്ങള് പണം വാങ്ങി അനധികൃതമായി ഓടിക്കാൻ നൽകുന്നതു ശ്രദ്ധയിൽപ്പെട്ടാല് ശക്തമായ നടപടി സ്വീകരിക്കും. ആർ.സി ഉടമയുടെ ഭാര്യക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ വാഹനം ഓടിക്കാം. അത് പാടില്ലെന്നല്ല ഗതാഗത കമ്മീഷണർ പറഞ്ഞത്. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വാഹനം പണം വാങ്ങിച്ച് ഓടിക്കാൻ കൊടുക്കരുതെന്നാണ്. ഇക്കാര്യത്തില് ഇനി വിട്ടുവീഴ്ചയില്ലെന്നു ഗണേഷ് കുമാർ വ്യക്തമാക്കി.